ഇത് എന്റെ സ്വന്തം ജിമ്മാണ്. സ്വന്തം ജിമ്മ് ഞാൻ ലീസിനോട് തന്നെയാണ്. 40% അവർക്കും 60% എനിക്കും രേഖയായിട്ട് എഴുതി കൊടുത്തുള്ള സാധനമാണ്. അപ്പൊ അതിനകത്ത് ഞാൻ കയറുന്നതിന് ഞാൻ മുതലാളിയാണ്, എന്റെ ഓണറാണ്. ഞാൻ കയറുന്നതിന് അത് കള്ളനാവണ. ബിഗ് ബോസ് മലയാളം സീസൺ 6 വിന്നർ ആയിട്ടുള്ള ജിൻഡോക്കെതിരെ ഒരു പരാതി വന്നിരിക്കുകയാണ്. പരാതി എന്ന് പറഞ്ഞാൽ ഒരു മോഷണ പരാതി. ഒരു ജിമ്മിൽ അതിക്രമിച്ച് കയറി 10,000 രൂപയും അതുപോലെ തന്നെ വിലപ്പെട്ട രേഖകളും മോഷ്ടിച്ചു എന്നുള്ളതാണ് ആരോപണം മാത്രമല്ല, CCTV ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുമുണ്ട്. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ 1 മുതൽ 6 സീസൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 7ാമത്തെ സീസൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരാൾക്കെതിരെയും ഇതുപോലൊരു മോഷണ പരാതി ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഈ സാബുമോനെ പോലെയുള്ള ആളുകൾ ഇപ്പൊ ഫ്ലൈറ്റിലും അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വഴക്കുണ്ടാക്കുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ ആറാട്ടണ്ണനെ പോലെയുള്ള ആളുകൾക്കെതിരെയൊക്കെ സംസാരിക്കുന്നതൊക്കെ ചർച്ചയാവാറുണ്ട്. പക്ഷെ ഇതെല്ലാം കടന്നുകൊണ്ടാണ് ജിൻഡോ ഇപ്പൊ മോഷണ പരാതിയും അതുകൂടാതെ തന്നെ പലതരത്തിലുള്ള സ്ത്രീ വിഷയങ്ങളിലുള്ള ആരോപണങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജിൻഡോ പറയുന്നത് ഈ സ്ഥാപനം, അതായത് ഈ ജിമ്മിന്റെ 60% ഷെയർ തന്റെ കൈവശമാണ് എന്നും നടത്തിപ്പുകാരായിട്ടുള്ള ആ സ്ത്രീക്ക് വെറും 40% മാത്രമേ ഉള്ളൂ എന്നും അതുകൊണ്ട് തന്നെ ഏത് സമയം വേണമെങ്കിലും ഈ സ്ഥാപനത്തിൽ പ്രവേശിക്കുവാനും ഇവിടെ നിന്നും തനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുവാനുള്ള പൂർണ്ണ അവകാശം ജിൻഡോയ്ക്ക് ഉണ്ടെന്നാണ്. സംഗതിയൊക്കെ ശരിയാണ്. അവർ തമ്മിൽ പാർട്ണർഷിപ്പ് ആയിരിക്കാം, 60% ഷെയർ ജിൻഡോയ്ക്ക് ഉണ്ടായിരിക്കാം. എന്നാൽ പോലും 2 വ്യക്തികൾ തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ സ്ഥാപനത്തിൽ നിന്നും ഒരു മൊട്ടുസൂചി എടുക്കാനാണെങ്കിൽ പോലും ഈ പാർട്ണർ എന്ന് പറയുന്ന വ്യക്തിയെ അറിയിക്കണം. അല്ലാതെ പാതിരാത്രി കള്ളനെ പോലെ ഈ സ്ഥാപനത്തിലേക്ക് അതിക്രമിച്ച് കിടക്കുക, അവിടെ നിന്നും തനിക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് എടുക്കുക, പണം എടുക്കുക എന്നൊക്കെ പറയുന്നത് നല്ല ഒന്നാന്തരം കള്ളത്തരമായിട്ട് മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇവിടെ ജിൻഡോ പറയുന്നത് ഏകദേശം 1 വർഷത്തോളമായിട്ട് ഈ ജിം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ആദ്യത്തെ 2 മാസം മാത്രമേ തനിക്ക് കൃത്യമായിട്ട് പണം കിട്ടിയുള്ളൂ. അവിടെ വരുന്ന ആളുകളിൽ നിന്നും പണം ഇവർ തന്നെ വാങ്ങുന്നു, തന്റെ അക്കൗണ്ടിലേക്ക് പണം ഒന്നും വരുന്നില്ല എന്നൊക്കെയാണ്. അതായത് 1 വർഷമായിട്ടൊരു സ്ഥാപനം ഒരാളുമായിട്ട് കരാറിൽ മുന്നോട്ട് പോകുന്നു. ആദ്യത്തെ 2 മാസം കൃത്യമായിട്ട് പണം കിട്ടി, അത് കഴിഞ്ഞിട്ട് പണം കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും ഞാനോ നിങ്ങളോ ആണ് എന്ത് ചെയ്യും? ഒന്നുകിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് ഒരു ഡീൽ ഉണ്ടാക്കും. 10 മാസമായിട്ട് ജിൻഡോ ആ തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും പോയിട്ടില്ല. ഇതൊന്നും കൂടാതെ ആ സ്ത്രീയെ ആക്രമിക്കാൻ ശ്രമിച്ചതായിട്ടുള്ള പരാതിയും നിലവിലുണ്ട്. ആ കേസിൽ ജിൻഡോ നിലവിൽ ജാമ്യത്തിലാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ നിലനിൽക്കെയാണ് ഈ പാതിരാത്രി ഒരു കള്ളനെ പോലെ കടന്നു ചെന്നിട്ട് അവിടെ നിന്നും സർട്ടിഫിക്കറ്റും അതുപോലെ പണവും ഒക്കെ എടുക്കാൻ ശ്രമിച്ചതായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നത്. എന്തൊക്കെയായാലും ഇതുപോലെ ഒരു ഗതികെട്ട ബിഗ് ബോസ് വിന്നർ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ഇവിടെ പലരും പറയുന്നത് ജിൻഡോയെ പോലൊരാളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പ്രേക്ഷകരാണ് മണ്ടന്മാരെന്നാണ്. സത്യം പറഞ്ഞാൽ അത് മണ്ടന്മാരായതുകൊണ്ടല്ല. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും അധികം വെറുക്കപ്പെട്ട 2 കണ്ടസ്റ്റൻസ് ആയിരുന്നു ജാസ്മിനും ഗബ്രിയും. അവർക്കെതിരെയുള്ള ആ ഒരു ഹെയ്റ്റ് ആണ് സീസൺ 6 വിജയമായിട്ട് ജിൻഡോയെ കൊണ്ട് എത്തിച്ചത്. അതിൽ പ്രേക്ഷകരെ തെറ്റു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആ ഒരു സാഹചര്യത്തിൽ അവർ നോക്കിയപ്പോഴേക്കും ഈ 2 പേർ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിക്ക് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തു. അത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. ജിൻഡോയുടെ കേസിൽ മാത്രമല്ല, ദിൽഷയുടെ കാര്യത്തിലായാലും മണിക്കുട്ടന്റെ കാര്യത്തിലായാലും ഇതൊക്കെ തന്നെയായിരുന്നു സംഭവിച്ചത്. എന്നാൽ ഇതേ പ്രേക്ഷകർ തന്നെ ഇതിനുശേഷം ജിൻഡോയെ തള്ളിപ്പറയുകയും ചെയ്തു. പുള്ളിക്കാരന്റെ ഓരോ കാട്ടായങ്ങളും അതുപോലെ വെറുപ്പിക്കുന്നതായിരുന്നു. പിന്നീട് വന്ന വാർത്തകളും അതിനപ്പുറം വെറുപ്പിക്കുന്നതായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇത് കുറച്ച് കടന്നുപോയി. ഇത് എന്റെ സ്വന്തം ജിമ്മാണ്. സ്വന്തം ജിമ്മ് ഞാൻ ലീസിനോട് തന്നെയാണ്. 40% അവർക്കും 60% എനിക്കും രേഖയായിട്ട് എഴുതി കൊടുത്തുള്ള സാധനമാണ്. അപ്പൊ അതിനകത്ത് ഞാൻ കയറുന്നതിന് ഞാൻ മുതലാളിയാണ്, എന്റെ ഓണറാണ്. ഞാൻ കയറുന്നതിന് അത് കള്ളനാവണ. എവിടെ രഹസ്യമായിട്ട് വന്ന് കയറുന്നത്? അവർ ഷട്ടർ പകുതി താത്തിട്ടാണ്. ഞാൻ എന്റെ മാന്യമായിട്ട് തുറന്നു കയറി എനിക്ക് കുറച്ച് എന്റെ കുറച്ച് സർട്ടിഫിക്കറ്റുകൾ അടിക്കേണ്ടത് എടുത്തു, ഞാൻ പോകുന്നു. അതിന് ഞാൻ രഹസ്യമായിട്ട് കയറിയാണ്. എവിടെയാ ലീസിനോട് തന്നെ ആളുകളുടെ പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല എന്റെ പേരിലേക്ക് അക്കൗണ്ടിലേക്കാണ് പൈസ വരേണ്ടത്. ഇത് ഫുള്ള് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇങ്ങനെ തുണ്ടിക്കുക ആൾക്കാര് ഇവിടെ ഉള്ളവര്. അവര് നടത്തിപ്പുകാരിയെ മാത്രമേ ഉള്ളൂ. പിന്നെ അവർക്കാണ് അതിന്റെ നടത്തിപ്പുകാരന് അവകാശം കൊടുത്തേണ്ടത്. അതിനകത്ത് അതിന്റെ കൂടെ നിൽക്കുന്നത് കൂടെ വന്നേക്കുന്നത് ഭർത്താവാണ്. ആ ഭർത്താവാണ് MDM കേസിൽ 3 മാസം അകത്ത് കിടന്നതാണ്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, മര്യാദയ്ക്ക് ആ ജിമ്മിൽ കയറില്ലേ, ജിമ്മിൽ നിന്ന് പുറത്തു പോകുന്ന പറഞ്ഞാൽ ജിമ്മിൽ എപ്പോഴും കയറി എടുക്കും. അവിടെ ഓരോ ബിസിനസ്സും കാര്യങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഇന്നലെയും കൂടി പോയി ഇൻഫോം ചെയ്തു. കഴിഞ്ഞ ദിവസം കൂടി ഞാൻ എക്സൈസ് ഓഫീസറെ വിളിച്ച് ഇൻഫോം ചെയ്തോളൂ. ഞാൻ അവരുടെ കയ്യിൽ താക്കോലും ഞാൻ കൊടുത്തതാ. ഇത് എന്റെ ജിമ്മിന്റെ എന്റെ ഉണ്ടാവൂലേ സുഹൃത്തെ, മനസ്സിലായോ? ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമ്മ് എന്റെയാണ്. ജിമ്മ് ഞാൻ അവർക്ക് കൊടുത്തതാണ്. അവിടെ വന്ന ആൾക്കാരുടെ എല്ലാവരും അവർ പറയണത് എന്താ, ഇത് അവരുടെ ജിമ്മാണ് എന്ന് പറഞ്ഞിരുന്നത്. ഇവർക്ക് ജിമ്മ് ലീസിനെടുക്കാണ്. മറ്റുള്ള ആൾക്കാർ സാധാരണ എനിക്ക് 10 ലക്ഷം രൂപയൊക്കെ തന്നിട്ടാണ് ഇത് ലീസിന് എടുക്കണേ. ഇത് ആ കൊച്ചു സ്പോർട്സ് ഏരിയാന്ന് ഓർത്തിട്ട് ഞാൻ കൊടുത്തപ്പോ എന്ത് ചെയ്യുന്നത്, ഇതിന് കിടക്കാൻ വരെ സ്ഥലം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്, വാടകയ്ക്ക് കൊടുത്തത്, എല്ലാം ചെയ്ത് ഞാനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു ഓഫീസ് സ്റ്റാഫിനെ ഇരുത്തണം എന്ന് പറഞ്ഞപ്പോ ആള് പറഞ്ഞു ഇങ്ങനെ ഓഫീസ് സ്റ്റാഫ് നമുക്ക് 2 മാസം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ശരി 2 മാസം കഴിഞ്ഞിട്ട് മതി. ലീസ് അഗ്രിമെന്റില് എന്റെ അക്കൗണ്ടിലേക്ക് തന്നെ പൈസ വരുന്നത് വന്നുകൊണ്ടിരുന്നതും എല്ലാം.
അത് കഴിഞ്ഞിട്ട് 40% അവർക്ക് കൊടുക്കും, 60% എനിക്ക് തന്നതാ. ഇപ്പൊ 1 രൂപ പോലും എനിക്ക് തന്നില്ല. ഫുൾ പൈസ അവരുടെ അക്കൗണ്ടിലേക്കാണ് പോണത്. ഇത് സ്വന്തം വീട്ടിൽ കയറണമെങ്കിൽ എഫ്ഐആർ, അത് എന്റെ സർട്ടിഫിക്കറ്റുകളുണ്ട്, എന്റെ കാര്യങ്ങളുണ്ട്, എനിക്ക് അവിടെ പേഴ്സണൽ റൂമുണ്ട്. അപ്പൊ എനിക്ക് അവിടെ കയറി എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. പിന്നെ ഇവനാണെങ്കിൽ മറ്റേ MTM കേസിലുള്ളതാണ്. 3 മാസം അകത്തിറങ്ങുന്ന ആ ജിം നടത്തണ പെണ്ണുങ്ങളുടെ ജിം നടത്തണ മറ്റേ കുട്ടിയില്ലേ, ആ കുട്ടിയുടെ ഹസ്ബൻഡ്. ആദ്യം അറിഞ്ഞില്ലായിരുന്നു. അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ അവരോട് ഇറങ്ങിയപ്പോ അമ്മമാരുടെ അവർ പോണ്ടേ. ഇപ്പൊ അടുത്ത മാസമായ 1 year ആയി. അത് ഞാൻ എന്റെ ഓഫീസ് സ്റ്റാഫിനെ കൊന്നിരുന്നു. പിന്നെ അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി, അവരെ ഇത് ചെയ്യാൻ തുടങ്ങി. ഭാര്യ ഭർത്താവും കൂടി അവരുപദ്രവിക്കും. പിന്നെ അവര് നിൽക്കുമല്ലോ, ഓഫീസ് സ്റ്റാഫിൽ നിൽക്കില്ല. 3 സ്റ്റാഫിനോടൊക്കെ കൊണ്ടുപോയിട്ടും അവർ നിൽക്കണം. എന്ത് ചെയ്യാൻ പറ്റും?